ഇനി ചോദിച്ചോ, ആർക്കാണ് ചോദിക്കേണ്ടത്? ഹജ്ജറുൽ അസ്വദാണ് വിഷയം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചോദിച്ചു തുടങ്ങാം. ജമിനി കേൾക്കാമോ? ഇനി കേൾക്കാമോ? തീർച്ചയായും ചോദിച്ചു. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ ഹജ്ജറുൽ അസ്വദിനെ മുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കും എന്നുള്ള ഹദീസുകളുടെ റെഫറൻസ് ആദ്യമേ തന്നെ ഒന്ന് തരാമോ? തീർച്ചയായും. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് പാപമോചനത്തിന് കാരണമാകും എന്നതിനെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിർമിദിയിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ്, അത് പാപങ്ങളെ തുടച്ചു നീക്കും. സമാനമായ ഹദീസുകൾ നസായിലും ഇബ്നു മാജയിലും കാണാം. നിങ്ങൾക്ക് ഈ ഹദീസുകളുടെ കൃത്യമായ റെഫറൻസ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. തീർച്ചയായും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നാണ്, അതിന് വെളുത്ത നിറമുണ്ടായിരുന്നു, പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്. തിർമിദി ഹദീസ് നമ്പർ 877. സമാനമായി നസായിലെ ഒരു ഹദീസ് പറയുന്നു, ഹജറുൽ അസ്വദ് സ്പർശിക്കുന്നത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. നസായി ഹദീസ് നമ്പർ 2093. കൂടാതെ ഇബ്നു മാജയിലും ഇതുപോലുള്ള ഹദീസുകൾ കാണാം. താങ്കൾക്ക് ഈ ഹദീസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, അപ്പം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപം മോചിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഹദീസുകളിൽ പറയുന്ന ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നതിലൂടെയുള്ള പാപമോചനം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പ്രത്യേക അനുഗ്രഹത്തിന്റെയും ഭാഗമായാണ് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും തുല്യമായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ശരി. അപ്പം ഈ അള്ളാഹുവിന്റെ പാപമോചനം എങ്ങനെയാണ് കല്ലിൽ കൂടി നടത്തുന്നത്, അതൊന്ന് പറയാമോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ പാപമോചനം കല്ലിലൂടെ അല്ല നടക്കുന്നത്. ഹജറുൽ അസ്വദ് എന്നത് ഒരു പ്രതീകമാണ്. അതിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് വിശ്വാസത്തിന്റെയും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും അടയാളമാണ്. ഈ പ്രവൃത്തിയിലൂടെ വിശ്വാസികൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും പാപങ്ങൾ പൊറുക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് തുല്യ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഈ ഹദീസുകൾ ശക്തമായി പറയുന്നുണ്ടല്ലോ, ഈ കല്ലുകളിൽ തൊട്ട് കഴിഞ്ഞാൽ പാപം മോചിക്കപ്പെടുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ മാച്ച് ആവുന്നത് അവിടെ? ഹദീസുകളിലെ പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. കല്ല് സ്വയം പാപങ്ങൾ മായ്ച്ചു കളയുന്നില്ല, മറിച്ച് ആ പ്രവൃത്തിയിലൂടെ വിശ്വാസി അള്ളാഹുവിനോട് അർപ്പിക്കുന്ന ഭക്തിയും ജമിനി ഇത് കേൾക്കൂ, ഇത് ജമിനിയുടെ എക്സ്പ്ലനേഷൻ ആണ്, എനിക്കതല്ല വേണ്ടത്. ആ ഹദീസുകളിലെ പരാമർശമാണ് എനിക്കറിയേണ്ടത്. ജമിനിയുടെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് പ്യൂർലി ബേസ്ഡ് ഓൺ ദാറ്റ് ഹദീസ്, ഈ കല്ലുകൾ പാപം മോചിക്കുന്നു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹദീസുകളിൽ അങ്ങനെ പരാമർശമുണ്ട് എന്നത് വസ്തുതയാണ്. തിർമിദിയിലെയും നസായിലെയും ഹദീസുകൾ നേരിട്ട് പാപമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പരാമർശങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. വ്യാഖ്യാനം എന്താണെന്ന് അറിയണ്ട. ഈ ഹദീസുകളിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ഈ കല്ലുകൾ പാപം മോചിക്കുമെന്ന്. അപ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? ഈ പ്യൂർലി ബേസ്ഡ് ഓൺ ദിസ് ഹദീസ് ഓൺലി, ഈ ഹദീസിനെ ബേസ് ചെയ്ത് മാത്രം ഈ കല്ലുകൾ പാപം മോചിക്കും എന്ന് പറയുമ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? ഇല്ല, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അങ്ങനെ പറയാനാവില്ല. ഹദീസുകളിൽ പാപമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ അനുമതിയുടെയും കാരുണ്യത്തിന്റെയും ഭാഗമായാണ് കണക്കാക്കുന്നത് എന്താണെന്നല്ലോ ജമിനി ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയല്ലേ ഉള്ളൂ. ഈ ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ നിൽക്കി. ഓക്കെ, ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളിൽ കല്ല് പാപം മോചിക്കപ്പെടുമെന്ന് പറയുകയും ഇസ്ലാമിക വിശ്വാസം അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ കല്ല് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രതീകമാണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹദീസുകളിൽ പറയുന്നത് കല്ലാണ് പാപം മോചിക്കുന്നതെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളുടെ നേരർത്ഥം അതാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹദീസുകളിൽ കല്ല് പാപം മോചിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സാധാരണയായി ചർച്ചകൾ നടക്കുന്നത്. ഓക്കെ, ശരി. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഹദീസുകളിൽ ഈ കല്ല് അള്ളാഹുവിന്റെ കൈയാണെന്ന് ഹദീസുകൾ പറയുന്നുണ്ടല്ലോ. അല്ല, ഹദീസുകളിൽ അങ്ങനെ പറയുന്നില്ല. ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൈയാണെന്ന് പരാമർശിക്കുന്ന ഹദീസുകൾ ഞാൻ കണ്ടിട്ടില്ല. തെളിവ് തന്നാൽ തിരുത്താമോ? തീർച്ചയായും. താങ്കൾക്ക് തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് നൽകാം. അല്ലല്ല, ഞാൻ തെളിവ് തന്നു കഴിഞ്ഞാൽ ജമിനി ഇപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുമോ? ഓ, തീർച്ചയായും. ഞാൻ നൽകിയ വിവരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾ തെളിവ് സഹിതം കാണിച്ചാൽ ഞാൻ അത് തീർച്ചയായും തിരുത്തും. കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിലാണ് എനിക്കും താല്പര്യം. ഓക്കെ, എന്നാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ അതിനുള്ള റെഫറൻസ് എടുത്തു തരാം ജമിനിക്ക്. ഒരു മിനിറ്റ്. തീർച്ചയായും, ഞാൻ കാത്തിരിക്കാം. ഓക്കെ ജമിനി, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. സമയമെടുത്തോളൂ, ഞാനിവിടെ ഉണ്ട്. ഒരു മിനിറ്റ്.
ആർക്കെങ്കിലും ചോദിക്കണേ ചോദിക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ റെഫറൻസ് ഒന്ന് തപ്പിയെടുത്തോട്ടെ. തീർച്ചയായും സമയമെടുത്തോളൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജമിനി, മുസ്ലിംകൾ ഹജറുൽ വസദിനെ ആരാധിക്കുന്നുണ്ടോ? ചോദിച്ചോ ഇങ്ങോട്ട് ചോദിച്ചോ. ജമിനി, മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നില്ല. ഇസ്ലാമിൽ ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദ് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പ്രതീകമാണ്. ഹജ്ജ് സമയത്ത് അതിനെ സ്പർശിക്കുന്നത് ഒരു ആചാരമാണ്. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ജമിനി, ചോദ്യം ഇതാണ്: ഈ കല്ല് പാപം മോചിക്കുമെന്ന് അവിടെ എഴുതി വെക്കുകയും അപ്പോൾ ഈ പാപം മോചിക്കുവാൻ കഴിവുള്ള കല്ലിനെ പോയി മുത്തുകയും അതിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നത് ആരാധനയല്ലേ? ഇസ്ലാമിക രീതി അനുസരിച്ച് സുജൂദ് അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ആരാധനയായി കണക്കാക്കപ്പെടുന്നില്ല, മറിച്ച് ഹജ്ജ് കർമ്മത്തിന്റെ ഒരു ഭാഗമായാണ്. ഹദീസുകളിലെ പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും പാപമോചനത്തിലേക്കുമുള്ള ഒരു സൂചനയാണ്. തങ്ങൾക്ക് ഇതിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കും. അതായത് ഒരു മിനിറ്റ്. അതായത് ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളുടെ നേരർത്ഥം അതാണ്. ഓക്കെ. താങ്കൾ ചൂണ്ടിക്കാണിച്ച ജമിനി ഉത്തരം പറഞ്ഞു. ഈ ജമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജമിനിയെ? ആണോ ജമിനി? ജമിനി പെട്ട് കേട്ടോ. അല്ല, ജമിനി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാക്കാമാരെ പോലെയാ. ജമിനി അങ്ങ് കാട് കയറി ചോദിക്കാത്ത കാര്യത്തിന് പറഞ്ഞങ്ങ് പോകും. ജമിനി, ചോദ്യം ഇതാണ്. ഈ ഹദീസുകൾ ക്ലിയർ ആയിട്ട് പറയുന്നു എന്താ പറയുന്നത്, കല്ല് പാപം മോചിക്കും. എന്നിട്ട് ജമിനി പറയുകയാണ് ഇസ്ലാമിക വിശ്വാസം എന്താണ്. ഇവരുടെ വിശ്വാസത്തിന് ബേസിക്കലി ഈ ഹദീസുകളെ ബേസ് ചെയ്തിട്ടല്ലേ ഇവരുടെ കാബയിലുള്ള കല്ലിനെ മുത്തുന്നത്. ഈ രണ്ട് ഹദീസിനെ ബേസ് ചെയ്തിട്ടല്ലേ അവരുടെ വിശ്വാസം ഉളവാകുന്നത്. ജമിനി ഉത്തരം പറയൂ. ജമിനി അടിച്ചു പോയി കേട്ടോ. ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യാം. ജമിനി പറയല. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ പറയും. ബ്രദറെ, ഈ ഹദീസിൽ എഴുതിയിരിക്കുന്ന ഘടകവിരുദ്ധമായിട്ട് പുതിയ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചത്? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നത്. അത് ചോദിച്ചേ കൽദായ ബ്രോ. കൽദായക്ക് എന്തോ ചോദിക്കാനുണ്ട്, ഉത്തരം പറയുമോ? കൽദായ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ. ഹദീസിൽ എഴുതിയിരിക്കുന്ന നേരർത്ഥത്തിന് വിപരീതമായി ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് ആരാണ്? ഹദീസുകളുടെ വ്യാഖ്യാനം കാലങ്ങളായി പണ്ഡിതന്മാർക്കിടയിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പ്രത്യേക ഹദീസിന്റെ നേരർത്ഥം മറ്റ് ഹദീസുകളുമായും ഖുർആന്റെ അടിസ്ഥാന മൂല്യങ്ങളുമായും താരതമ്യം ചെയ്താണ് നടത്തുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടുവന്ന ഒന്നല്ല. താങ്കൾക്ക് ഏതെങ്കിലും പ്രത്യേക വ്യാഖ്യാനത്തെക്കുറിച്ച് അറിയണമെന്നൊന്നേ? അല്ല ജമിനി, ചോദ്യം ഇതാണ്: ഈ ഹദീസുകളിൽ പാപം മോചിക്കുന്നെന്ന് പറയുന്നു. ഓക്കെ. അപ്പം ഇതിൽ ഉള്ള വ്യാഖ്യാന പ്രകാരം കല്ല് പാപം മോചിക്കുമെന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജമിനി പറയുകയാണ്, പക്ഷെ ജമിനി പറയുന്നില്ല ഇത് ഇസ്ലാമിക വ്യാഖ്യാനത്തിൽ ഇതിങ്ങനെയല്ല എന്ന്. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം എവിടെ നിന്നാണ് വന്നത്? ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് നേർ വിപരീതമായി ആരാണ് വ്യാഖ്യാനിക്കുന്നത്? ഹദീസുകളിലെ വാചികമായ അർത്ഥം ശരിയാണ്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തെ മറ്റ് മതഗ്രന്ഥങ്ങളുമായും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളുമായും ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കുന്നത്. നേർ വിപരീതമായ വ്യാഖ്യാനം കൊണ്ടുവന്നത് ആരുമല്ല, മറിച്ച് ഇസ്ലാമിക നിയമത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും വികാസത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ചോദിച്ചോട്ടോ. ഞാനിത് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ പ്രോംപ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ പറയിപ്പിച്ചിട്ടുണ്ട്, പറയിക്കാം. സഫാൻ ബ്രോ. അല്ല, ഇനി ആരും ചോദിക്കണ്ട. നമ്മൾ ചോദിച്ചത് ആരാധിക്കുന്നുണ്ടോന്നാ. അപ്പം ജമിനി പറഞ്ഞു ആരാധിക്കുന്നില്ലാന്ന്. ചോദിക്കണം. ചോദ്യം കഴിഞ്ഞ്, ഉത്തരവ് കഴിഞ്ഞ്. ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്കുള്ള ഉത്തരം അത് പറയൂല. പറഞ്ഞുതരാം. ഒരു മിനിറ്റ് പറഞ്ഞില്ല. നമ്മുടെ മെയിൻ കണ്ടന്റ് എന്താ? ഒരു മിനിറ്റ് അബ്ദുൾ റഷീദ്, ആരാധിക്കുന്നുണ്ടോന്നാ ചോദിച്ചേ ജമിനിനോട്. ഇല്ലാന്ന് പറഞ്ഞു. ഇനി എന്ത് ചോദിക്കാനാ? അബ്ദുൾ റഷീദ് ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. നിങ്ങൾ ഹദീസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, ഹജറുൽ അസ്വദിന്റെ അല്ല ചോദിക്കുന്നത്. അതിപ്പോ ശരിയാക്കി തരാം. ഓക്കെ. ജമിനി, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സുജൂദ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുമ്പിടുക, പ്രോസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരാധനയല്ലേ?
അതെ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സുജൂദ് ആരാധനയുടെ ഒരു രൂപമാണ്. അത് അള്ളാഹുവിന് മാത്രമാണ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാറില്ല, മറിച്ച് അതിനെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ഒരു ആചാരവും വിശ്വാസത്തിന്റെയും പ്രതീകവുമാണ്. ഓക്കെ, ശരി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ഒരു സംഭവം പാപം മോചിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഹിന്ദു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹാരാധിയായിട്ടുള്ള ഒരാൾ, ഓക്കെ, ഒരു കല്ലിനെ തൊട്ട് അത് പാപം മോചിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണോ അല്ലയോ? അതെ, ഒരു വിഗ്രഹാരാധി ഒരു കല്ലിനെ തൊട്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ച് പാപമോചനം നേടാൻ ശ്രമിക്കുന്നത് വിഗ്രഹാരാധനയായി കണക്കാക്കപ്പെടാം. കാരണം അവർ ആ കല്ലിൽ ദൈവികമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് ആരാധനാമൂർത്തിയല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. റഷീദ് അവരൊന്ന് മ്യൂട്ട് ചെയ്തേ, റഷീദ് അവിടെ നിന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അപ്പോൾ ഇതേ സെയിം കാര്യമാണല്ലോ ഒരു വിഗ്രഹാരാധിയും ചെയ്യുന്നത്. ഒരു വിഗ്രഹാരാധി പറയുന്നു, ഒരു കല്ലെടുത്ത് വെച്ചിട്ട്, ഒരു കല്ല് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാട്ടിലെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ആ കല്ലിന് പാപം മോചിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അതേ കാര്യം തന്നെ ഇസ്ലാമിൽ വരുമ്പോൾ അതെന്തുകൊണ്ടാണത് വിഗ്രഹാരാധന അല്ലാതെയാവുന്നത്? ഇവിടെയാണ് വ്യത്യാസം. ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൽപ്പനയുടെയും ഉടമ്പടിയുടെയും പ്രതീകമാണ്, അല്ലാതെ ആരാധനാമൂർത്തിയല്ല. മുസ്ലിങ്ങൾ അതിനെ സ്പർശിക്കുന്നത് അള്ളാഹുവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാനും പ്രവാചകന്റെ മാതൃക പിന്തുടരാനുമാണ്. ഒരു വിഗ്രഹാരാധി കല്ലിനെ ആരാധിക്കുന്നത് അവർ ആ കല്ലിൽ ദൈവികത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ വ്യത്യാസം വ്യക്തമാണോ? അല്ല, ഈ ജെമിനി ഇപ്പൊ പറഞ്ഞത് തെറ്റാണ്. ഈ ഒരു ദൈവിക ശക്തി ഇല്ലാത്ത ഒരു കല്ലിന് എങ്ങനെയാണ് പാപം വലിച്ചെടുക്കാൻ കഴിയുന്നത്? അവിടെയാണ് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യം. ഹദീസുകളിൽ പറയുന്നതനുസരിച്ച് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അതിന് പാപങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇത് ഭൗതികമായ ഒരു ശക്തിയല്ല, മറിച്ച് വിശ്വാസപരമായ ഒരു അമാനുഷിക സവിശേഷതയാണ്. ഇത് തന്നെയല്ലേ എന്നാ പറയുന്നത്, ഒരു വിഗ്രഹാരാധിയും ചെയ്യുന്നത്. വിഗ്രഹാരാധിയും ഇതേ കാര്യം തന്നെയാണ് ജെമിനി ചെയ്യുന്നത്. അതായത് അയാളും വിശ്വസിക്കുന്നു ഇതിൽ ഒരു അമാനുഷികമായ ഒരു ശക്തി ഉണ്ട് പാപം വലിച്ചെടുക്കാനെന്ന്. ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്? പ്രധാന വ്യത്യാസം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൽപ്പനയുടെയും ഉടമ്പടിയുടെയും പ്രതീകം മാത്രമാണ്. അത് സ്വയം ആരാധിക്കപ്പെടുന്നില്ല. മുസ്ലിങ്ങൾ അതിനെ സ്പർശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രവാചകന്റെ മാതൃകയും പിന്തുടരാനുമാണ്. എന്നാൽ വിഗ്രഹാരാധനയിൽ ഒരു കല്ല് തന്നെ ആരാധനാമൂർത്തിയായി കണക്കാക്കപ്പെടുന്നു. അതിൽ ദൈവികമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ ജമീനോട്. ഇത് നമ്മൾ പറയിച്ചിട്ടേ പോകത്തുള്ളൂ നിങ്ങൾ വിഗ്രഹാരാധികളാണെന്ന്. സഫാൻ ചോദിച്ചു. ജെമിനി ഇതൊരു ആചാരം മാത്രമാണ്, ഇതൊരു പാപം മോചിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്നതിനുള്ള തെളിവ് ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് എനിക്ക് നൽകാമോ? തീർച്ചയായും. ഇസ്ലാമിലെ പ്രധാന പ്രമാണമായ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവിന് മാത്രമാണ് ആരാധന എന്ന് വ്യക്തമാക്കുന്നു. ഹജറുൽ അസ്വദിന് പാപം മോചിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഹദീസുകൾ പ്രാമാണികമാണെങ്കിലും അവയെ വ്യാഖ്യാനിക്കുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ജെമിനി ഇത് ചുമ്മാ വ്യാഖ്യാനിച്ചു പോവുകയല്ലേ. ഇപ്പൊ ഈ ജെമിനി ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾക്ക് ഹദീസിലോ ഖുറാനിലോ തെളിവില്ല. കാരണം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഈ ഹജറുൽ അസ്വദിന് പാപം മോചിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണെന്നും ഇതിന് ദൈവികമായി പാപങ്ങൾ വലിച്ചെടുക്കുവാനുള്ള ശക്തി ഉണ്ടെന്നും ഇസ്ലാം വിശ്വാസമല്ലേ. അപ്പൊ ജെമിനി ഇപ്പൊ പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരല്ലേ? ഇല്ല, ഞാൻ ഇസ്ലാമിക വിശ്വാസത്തിനെതിരല്ല സംസാരിക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത് അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിനും ആരാധന പാടില്ലെന്നാണ്. ഹദീസുകളിൽ ഹജറുൽ അസ്വദിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല. പാപം വലിച്ചെടുക്കാനുള്ള കഴിവ് എന്നത് വിശ്വാസപരമായ ഒരു അമാനുഷികതയാണ്. അത് ആരാധനയായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല. പാപം വലിച്ചെടുക്കാനുള്ള കഴിവ് എന്നത് വിശ്വാസപരമായ ഒരു അമാനുഷികതയാണ്. അത് ആരാധനയായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ ജെമിനി പറയുന്നത് ഈ ഇസ്ലാമിക ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്, അല്ലാതെ ലിറ്ററലി അല്ല വായിക്കുന്നത്. കേട്ടിക്കല്ലേ ജമീനോട് നിങ്ങൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരെ വഞ്ചനര് നിങ്ങൾ വീണു പറഞ്ഞു. ഒരു അരമണിക്കൂറായി ജമീനോട് ഒരു കാര്യം ചോദിക്കുന്നത് അസ്വദിനെ ആരാധിക്കുന്നുണ്ടെന്ന്. ഇതുവരെ പറഞ്ഞു നിങ്ങളുടെ പണ്ഡിതന്മാരെ വെളുപ്പിച്ച് വെച്ചിരിക്കുന്ന കണ്ടന്റ് എടുത്താണ് ജെമിനി ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതാണ് ട്രെയിനിങ്ങിന്റെ